നിങ്ങൾ ഡേ 3 പറഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് കാണും. അങ്ങനെയെങ്കിൽ ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഫിസിക്സിനകത്തുള്ള ക്വസ്റ്റ്യൻസ്, മോഷൻ ഇൻ എ പ്ലെയിനിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the speed of a swimmer in still water is 20 meter per second. The speed of river water is 10 meter per second and is flowing due east. If he is standing on the south bank and wishes to cross the river along the shortest path, the angle at which he would make his strokes with respect to north is given by. വന്നല്ലോ വനമാല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇതിൽ നിന്നും നദി മുറിച്ച് കിടക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമെന്ന്. അവനാണ് ഈ കിടക്കുന്നത്, പക്ഷെ രൂപം മാറിയാ വന്നിരിക്കുന്നത്. പേടിക്കേ വേണ്ട, നമുക്ക് അവനെ ചാക്കിലാക്കാം. നോക്കാം നമുക്ക്. സോ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അവിടെ വാട്ടർ ഒഴുകുന്ന കൈസ് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ ഒഴുകുന്നത് ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് ഒഴുകുന്നത്. അപ്പൊ വാട്ടർ ഒഴുകുന്ന വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. അയാൾ അത് സാധാരണ മുറിച്ച് കിടക്കുന്നത് പോലെ പോയിരുന്നെങ്കിൽ അയാൾക്ക് സ്റ്റിൽ വാട്ടർ ആയിരുന്നെങ്കിൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആവശ്യമേ ഉള്ളൂ. പക്ഷേ വെള്ളം ഇപ്പൊ ഒഴുകുകയാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അയാൾ സ്വാഭാവികമായിട്ട് ചരിഞ്ഞായിരിക്കും നീന്തുക. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ചരിഞ്ഞ് നീന്തുമ്പോ അയാളുടെ വെലോസിറ്റി, ചരിഞ്ഞ് നീന്തിയാലും നേരെ നീന്തിയാലും വെലോസിറ്റിക്ക് വ്യത്യാസം വരില്ലല്ലോ. അപ്പൊ അയാളുടെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അയാളുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇവിടെ ഈ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, ഹൈപ്പോട്ടിനസ് ഉണ്ട്. സൈൻ തീറ്റ കണ്ടുപിടിച്ചാൽ പോരെ. സോ വാട്ട് ഈസ് സൈൻ തീറ്റ? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഏതാ 10 ബൈ ഹൈപ്പോട്ടിനസ് ഏതാ 20. സോ 0 0 കട്ട് ചെയ്യും. സോ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/2. എപ്പോഴാണ് സൈൻ തീറ്റയ്ക്ക് 1/2 വാല്യൂ കിട്ടുന്നത്? സൈൻ 30 വരുമ്പോ. സോ ആംഗിൾ ഈസ് 30 ഡിഗ്രി. ക്ലിയർ ആയോ പറഞ്ഞത്? സോ ദാറ്റ് ഈസ് ദി ആൻസർ, 30 ഡിഗ്രി വെസ്റ്റ്. ക്ലിയർ ആയോ? അപ്പൊ ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the radius of circle, the period of revolution, initial position and sense of revolution are indicated in the figure. Y projection of the radius vector of rotating particle P is. അപ്പോൾ ഇത് റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ സർക്കുലർ മോഷനെ ബേസ് ചെയ്തിട്ട് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സർക്കുലർ മോഷനിൽ നമുക്ക് അറിയാം, സാധാരണ നമ്മൾ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഫോർമുല y is equal to a cos omega t. ഇതാണ് നമ്മൾ എഴുതുന്ന സാധാരണ ഫോർമാറ്റ്. ആ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചേ. ആ ഫിഗറില് ഇതല്ലേ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് തന്നിരിക്കുന്നത്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഗിവൺ ആസ് 3 മീറ്റർ. സോ ദാറ്റ് ഈസ് 3 മീറ്റർ. സോ ദാറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് ഇവിടെ നമുക്ക് ഒമേഗ എന്ന ടേം തന്നിട്ടില്ല. പക്ഷെ ഒമേഗ തന്നിട്ടില്ലെങ്കിലും നമുക്ക് ഒമേഗ കണ്ടുപിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കാര്യം അവിടെ ടൈം പീരീഡ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t എന്നാണ്. അപ്പൊ ടൈം പീരീഡ് അറിയാമെങ്കിൽ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാം. സോ എങ്ങനെ വരും? 2π ടൈം പീരീഡ് എത്രയാണ് തന്നിരിക്കുന്നത്? 4 എന്നാണ് തന്നിരിക്കുന്നത്. കണ്ടല്ലോ, ഫിഗറിൽ തന്നെ t is equal to 4 എന്ന് തന്നിട്ടുണ്ട്. സോ we will put 4. സ്വാഭാവികമായിട്ട് ഇത് വെട്ടിപ്പോവും. ഈ ആൻസർ വിൽ ബി π/2 എന്ന് കിട്ടും. അപ്പോ നമുക്ക് a അറിയാം, a ഓൾറെഡി തന്നിട്ടുണ്ട് 3 മീറ്റർ ആൻഡ് ഒമേഗ കിട്ടി π/2. സോ വാട്ട് വിൽ ബി ദ ഇക്വേഷൻ? y is equal to a യുടെ സ്ഥാനത്ത് 3 cos ഒമേഗയുടെ സ്ഥാനത്ത് π/2 into t. ഈ ഫോർമാറ്റിൽ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട് അല്ലെ? ഓപ്ഷൻ 4. ഓക്കെ, y is equal to 3 cos πt/2. അതിനാണ് π/2 into t എല്ലാം ഒന്നേ ഉണ്ടല്ലോ. സോ ദാറ്റ് ഈസ് ദി ആൻസർ, ഫോർത്ത് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a particle moving with velocity v is acted by 3 forces shown by the vector triangle PQR. The velocity of the particle will be. അതൊരു കളിപ്പിക്കുന്ന ക്വസ്റ്റ്യനാ. നോക്കിക്കോളൂ, സിമ്പിൾ ആണ് സാധനം. അപ്പൊ ഇത് ആ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷനുമായി ബന്ധപ്പെട്ടതാണ്. സോ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷന്റെ ഫിഗർ എങ്ങനെ? നമുക്ക് ആദ്യം അത് വരയ്ക്കാം. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷന്റെ ഫിഗർ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഫോർമാറ്റിലാണെങ്കിൽ ഒരു ലൈൻ ഇങ്ങോട്ട്, ഒരു ഫോഴ്സ് ഫസ്റ്റ് എത്തുന്നത്, അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോഴ്സ് ഇങ്ങോട്ട്, ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. ആണല്ലോ. സോ ദിസ് ഈസ് ദ A, ദിസ് ഈസ് B ആൻഡ് ദിസ് ഈസ് ദ റിസൾട്ടന്റ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഫിഗറോ അത് ഇച്ചിരി വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റത്തെ ലൈൻ ഇങ്ങനെ, ഇതുപോലെ തന്നെ. സെക്കൻഡ് ലൈൻ ഇങ്ങനെ. ഓക്കെ, തേർഡ് പക്ഷെ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ? അതായത് ഈ ഫോഴ്സും ഈ ഫോഴ്സിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടല്ലേ.
അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളിപ്പോ വരച്ചിരിക്കുന്നത്. അതായത് ഇവര് രണ്ടുപേരും കൂടി ഉണ്ടാക്കുന്ന ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തിട്ടായിരിക്കും തേർഡ് ഫോഴ്സ് അവിടെ നിൽക്കുക. ദാറ്റ് മീൻസ് ആ രണ്ട് ഫോഴ്സും പരസ്പരം ക്യാൻസൽ ആയി പോകും. അങ്ങനെയെങ്കിൽ the answer is the particle will remain constant. അതങ്ങനെ നിൽക്കും, കാരണം total force will be 0. So the answer is remain constant. Third option. So clear ആയല്ലോ നിങ്ങൾക്ക്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരാം, ചിന്തിച്ച് എഴുതാവുന്നതേ ഉള്ളൂ, ഇതിനകത്ത് വേറെ കാൽക്കുലേഷൻ പാർട്ട് ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the given figure, A is equal to 15 meter per second square represents the total acceleration of a particle moving in the clockwise direction in a circle of radius r is equal to 2.5 meter at a given instant of time. The speed of the particle is. So ഇവിടെ again ഇതൊരു സർക്കുലർ മോഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന ടേം കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ ആക്സിലറേഷൻ വിച്ച് ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദി സെന്റർ എന്നതാണ്. അപ്പൊ ഇവിടുത്തെ ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നോക്കാം നമുക്കത്. സോ ആക്സിലറേഷൻ ഇവിടെ തന്നിരിക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്, എ. നമുക്ക് സെന്ററിലോട്ടാണ് വേണ്ടത്. അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സെന്ററിലേക്ക് അത് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ആണ്. നമ്മൾ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞു ഏതൊരു വെക്ടറിന്റെയും രണ്ട് കമ്പോണൻസ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാൻ സാധിക്കും. ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് തീറ്റയോട് ചേർന്ന് കിടക്കും. ആക്ച്വലി ഇവിടെ രണ്ട് കമ്പോണൻസ് നമ്മൾ റിസോൾവ് ചെയ്താൽ തീറ്റയോട് ചേർന്ന് കിടക്കുന്ന കമ്പോണന്റ് അല്ലേ ഇത്? അതിന് നമുക്ക് a cos 30 എന്ന് വിളിച്ചൂടെ? പറഞ്ഞു തീറ്റയോട് ചേർന്ന് കിടക്കുന്നത് cos തീറ്റ കമ്പോണന്റ്. അപ്പൊ ഇത് cos 30 എന്ന് കിട്ടി. ആക്ച്വലി അതല്ലേ സെന്ററിലേക്ക് നിൽക്കുന്നത്? അപ്പോൾ അതല്ലേ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ? അതെ. അപ്പൊ a cos 30 ആണ് ഇവിടത്തെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അപ്പൊ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കാണുന്ന ഫോർമുല ജനറലി എങ്ങനെയാണ് വരുന്നത്? v²/r എന്നാണ് ഫോർമുല. ഇവിടെ ഓൾറെഡി ആറിന്റെ വാല്യൂ, റേഡിയസ് എത്രയും തന്നിട്ടുണ്ട്? റേഡിയസ് എന്ന് പറയുന്നത് 2.5 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ റൈറ്റ് this centripetal acceleration ഏതിന് ഈക്വൽ ആണ് നമ്മളിപ്പോ പറഞ്ഞത്? a cos 30 ഈക്വൽ ആയിരിക്കും. നമുക്കിവിടെ v ആണ് കണ്ടുപിടിക്കുക. അപ്പൊ v² is equal to a cos 30 into r. അപ്പൊ what is v? v is equal to root of a cos 30 into r. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പൊ a യുടെ വാല്യൂ എത്ര വരും? v is equal to a യുടെ വാല്യൂ എന്ന് പറയുന്നത് 15 meter per second square. So we can apply root of 15 into cos 30 എത്ര? cos 30 എത്ര? √3/2 into what is r? radius എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എത്രയാണത്? that is 2.5. ഇനി നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്തൂടെ? ഇച്ചിരി പാടുണ്ട് അല്ലെ? കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ തലയൊക്കെ ഇപ്പൊ പോയിരിക്കുക. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്? സോ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഞാൻ എന്റെ രീതിക്കാണ് പറഞ്ഞിരുന്നത്. ഇത് ഇത്തരം ക്വസ്റ്റ്യൻസ് എനിക്കാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും കറക്റ്റ് ആൻസറിലേക്ക് എത്തില്ല. മീൻസ് അറൌണ്ട് ആൻസറിലേക്ക് എത്തിയിട്ട് ഓപ്ഷൻ വെച്ച് ആൻസർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ രീതി ഞാൻ പറഞ്ഞു തരികയാണ്. ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. നിങ്ങൾ അത് ഫോളോ ചെയ്യേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന രീതി നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ മതി. ഞാൻ അറിഞ്ഞൂടാത്ത ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഞാനാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും എന്ന് ആണ് പറയുന്നത്. അപ്പൊ എനിക്കിവിടെ 15-ഉം 2.5 ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ 15 2.5 അപ്പൊ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 15ന്റെ ഇരട്ടി 30. അര എന്ന് പറഞ്ഞാൽ 15ന്റെ അര എന്ന് പറയുന്നത് 7.5. അപ്പൊ 30ഉം 7ഉം 37. അപ്പൊ 37 അര എന്ന് കിട്ടും. അപ്പൊ √37.5 ഇൻറ്റു √3യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.73. അതെനിക്ക് ബൈ ഹാർട്ടഡ് ആണ്, അതുകൊണ്ട് ഞാൻ എഴുതി. √2 നിങ്ങൾക്ക് അറിയാലോ 1.414, അതൊക്കെ എല്ലാവർക്കും അറിയാം. സോ ഡിവൈഡഡ് ബൈ 2 എന്നാണ് കിട്ടി. ഇനി ഞാനാണെങ്കിൽ ചെയ്യുന്നത് ഇറ്റ് ഈസ് 37.5ന്റെ പകുതിയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന അറിയാമോ? അതിനെ റൗണ്ട് ചെയ്ത് 38 ആക്കും. 38ന്റെ പകുതി 19. സോ √19 ഇൻറ്റു 1.73 എന്ന് കിട്ടി. 1.73 കൊടുക്കുക മൾട്ടിപ്ലൈ ചെയ്യുന്ന വയ്യ, എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? അതിന് നമ്മളിവിടെ അല്പം 37.5നെ നമ്മൾ കൂട്ടിയല്ലേ എടുത്തത്. അപ്പോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് 1.73 ഞാൻ കുറച്ചെടുക്കും. അപ്പൊ 1.5. അപ്പൊ 19 ഇൻറ്റു 1.5. 19ന്റെ പകുതി എത്രയാ? 19ന്റെ പകുതി എന്ന് പറയുന്നത് 9.5 അല്ലെ? അപ്പൊ 9.5. അപ്പൊ 19ഉം 9ഉം 27. അപ്പൊ 27.5. ഇത്രയും എനിക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇനി ആൻസേഴ്സിലേക്ക്. എന്നിട്ട് അതിന്റെ എന്ത് വേണം? റൂട്ട് കൊടുക്കണം. അപ്പൊ എനിക്ക് ഒരു 30 അടുപ്പിച്ചിട്ടുള്ള ഒരു സംഖ്യയാണ് കിട്ടിയിരിക്കുന്നത്.
ക്ലിയർ ആണ്? 30 അടുപ്പിച്ചുള്ള സംഖ്യ, 30, 35 എന്തോ ആയിക്കോട്ടെ. എന്തായാലും അതിന്റെ ഇടയിൽ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സേ വരുന്നുള്ളൂ. ഒന്ന് 25, അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 5 എന്ന് കിട്ടും. അടുത്തത് 36ന്റെ റൂട്ട് എടുക്കുമ്പോൾ 6 എന്ന് കിട്ടും. അപ്പൊ എന്റെ ആൻസർ 5നും 6നും ഇടയിലേ വരത്തുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ 5.7. സോ ദാറ്റ് ഈസ് ദി ആൻസർ. അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ആൻസർ കണ്ടെത്തുക എന്ന് വേണ്ട, നമുക്ക് മനസ്സുകൊണ്ട് ചിന്തിച്ച് ആൻസറിലേക്ക് എത്താം. ഞാൻ ചെയ്യുന്ന രീതി എന്നാ പറഞ്ഞത്. എനിക്കിത് ഒരുപാട് സമയം സേവ് ചെയ്ത് തരുന്നുണ്ട്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ടൈം ഒരുപാട് എടുത്തത്. പക്ഷെ മനസ്സ് ചെയ്യുമ്പോഴത്തേക്കും ടപ്പേ നമുക്ക് അങ്ങ് ചെയ്ത് പോവാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? സോ കാൽക്കുലേഷൻ ചെയ്തുകൂടി പറഞ്ഞു തരുന്നത്. സാധാരണ എല്ലാവരും എന്താ പറയും, ഹെൻസ് ഇത് സോൾവ് ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞു പോവാതെ ഞാനത് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. കാൽക്കുലേറ്റർ ഇല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ പറഞ്ഞത്? ബട്ട് ഒരു ട്രിക്ക് ഞാൻ അതിനകത്ത് പറഞ്ഞു തന്നത്, പെർഫെക്റ്റ് ആൻസറിലേക്ക് വേണ്ട, റൗണ്ട് ചെയ്ത് പോവുക. ഭയങ്കര ഉണ്ടെന്ന് റൗണ്ട് ചെയ്യരുത് കേട്ടോ. സോ ചെറിയ റൗണ്ട് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് കൊണ്ടെത്തിക്കുക. ലുക്കിംഗ് ടു ദി ഓപ്ഷൻ. നിങ്ങൾ ആ ഓപ്ഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ആൻസർ കിട്ടാൻ കണക്കിനുള്ള ഓപ്ഷനെ അവർ തരത്തുള്ളൂ. Okay, next question. The velocity of a projectile at the initial point A is 2I plus 3J meter per second. Its velocity in meter per second at point B is. സംഭവം സിമ്പിൾ ആണ്. ചോദിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. മുകളിലേക്ക് പോകുമ്പോൾ അയാളുടെ വെലോസിറ്റി വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2I plus 3J. സോ മുകളിലേക്ക് പോകുമ്പോൾ 2I plus 3J. അപ്പൊ 2I എന്ന് പറയുന്നത് എക്സ് ആക്സിസ് കമ്പോണന്റ് അല്ലേ? എക്സ് ആക്സിസ് കമ്പോണന്റ് അയാൾ അങ്ങോട്ടല്ലേ കൊണ്ടുപോകുന്ന റേഞ്ച് എന്ന് പറയും നമ്മൾ. വൈ ആക്സിസ് കമ്പോണന്റ് അല്ലേ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്, അതല്ലേ J കമ്പോണന്റ്. ഇനി അയാൾ ആ പ്രൊജക്റ്റിൽ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ എന്താ അവിടെ വ്യത്യാസം വരുന്നത്? എക്സ് ആക്സിസ് കമ്പോണന്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഒരിക്കലും ഇല്ല. കാരണം എക്സ് ആക്സിസ് കമ്പോണന്റ് ആണല്ലോ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പൊ 2I ആയിട്ട് തന്നെ നിലനിൽക്കും, യാതൊരു വ്യത്യാസവും ഇല്ല. പക്ഷേ നേരത്തെ മുകളിലോട്ട് കൊണ്ടുപോയ കമ്പോണന്റ് ഇപ്പൊ താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും 3J എന്നുള്ളത് റിവേഴ്സ് ചെയ്യപ്പെടും. കാരണം അങ്ങോട്ട് പോസിറ്റീവ് എടുത്താൽ ഇങ്ങോട്ട് നെഗറ്റീവ് എടുക്കണ്ടേ. സോ ദ ആൻസർ വിൽ ബി -3J. സിമ്പിൾ ആയില്ലേ? സോ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി, 2I minus 3J. That is the answer. സോ ഇപ്പൊ ഒരുവിധം ക്ലിയർ ആയില്ലേ? നമ്മൾ മോഷനിന്റെ പ്ലെയിൻ എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ നിന്ന് ഇനി എന്ത് ചോദിച്ചാലും ചെയ്യുമല്ലോ. പ്രീവിയസ് ആയിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് നോക്കുക, അല്ലാത്ത കുറെ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുക, തറവാക്കി വെക്കുക ചാപ്റ്റർ. അപ്പൊ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം, കെമിക്കൽ ബോണ്ടിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ഇൻ pent2ene 4-wine is. അപ്പൊ അതിൽ എപ്പോഴും ഓർത്തിരിക്കുക, ഒരു സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സിഗ്മ ബോണ്ട് ആണ്. ഒരു ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ആണ്. ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ 2 പൈ ബോണ്ടും ഒരു സിഗ്മ ബോണ്ടും ആണ്. അപ്പൊ സിഗ്മ ബോണ്ട് ഈസ് കോമൺ എവ്രിവെയർ, എല്ലാത്തിനും ഉണ്ട്. ഇവിടെ ചോദ്യം ഒരു ഓർഗാനിക്കുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. സോ ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ട് pent2ene 4-wine, നമുക്ക് അത് ആദ്യം വരയ്ക്കാം. പെന്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ. സോ 1 2 3 4 5. സോ 5 കാർബൺ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 2ene. 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ടാമത്തേല് ഈൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട്. ദെൻ 4-wine എന്ന് പറഞ്ഞാൽ നാലാമത്തേതില് ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, ഇതല്ലാതെ പിന്നെ ഹൈഡ്രജൻസ് കൂടി ഇതിനകത്ത് കാണുമല്ലോ. സോ ഇതിനകത്ത് 3 ഹൈഡ്രജൻ, ഇതിനകത്ത് 1 ഹൈഡ്രജൻ, ഇതിനകത്തും 1 ഹൈഡ്രജൻ, ഇതിനകത്ത് ഹൈഡ്രജൻ ആവശ്യമില്ല, ഇവിടെ 1 ഹൈഡ്രജൻ. സോ നോക്കിക്കേ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 സിഗ്മ ബോണ്ട്. പൈ ബോണ്ട് എത്ര ഉണ്ട്? 1 2 3 3. അപ്പൊ 3 പൈ ബോണ്ടും 10 സിഗ്മ ബോണ്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ അതാണ്, 10 സിഗ്മ ബോണ്ടും 3 പൈ ബോണ്ടും. ക്ലിയർ ആയില്ലേ ഇത്? അപ്പൊ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the hybridization of atomic orbitals of nitrogen in NO2 plus, NO3 minus and NH4 plus respectively are. ഹൈബ്രിഡൈസേഷൻ മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾക്ക് ഇത് വേഗത്തിൽ ചെയ്തെടുക്കാൻ ഞാൻ ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് വേഗത്തിൽ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് NO2 ആണ്, NO2 പ്ലസ്. അപ്പൊ NO2 പ്ലസ് നൈട്രജൻ ഓൾറെഡി 5 ആണെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ. ഓക്സിജൻ മോണോ അറ്റോമിക് അല്ല, അപ്പൊ അത് എടുക്കണ്ട. പ്ലസ് വന്നാൽ മൈനസ് ചെയ്യണം. സോ -1/2. ദ ആൻസർ ഈസ് 4/2. സോ യു വിൽ ഗെറ്റ് 2. സോ ഹൈബ്രിഡൈസേഷൻ എന്ത് വരും? SP ഹൈബ്രിഡൈസേഷൻ. തീർന്നു. അടുത്തത് ഏതാ? NO3 മൈനസ്. NO3 മൈനസ് നൈട്രജൻ 5
മോണോ അറ്റോമിക് ആയിട്ടുള്ള ആരും ഇതിനകത്തില്ല, മോണോ വാലന്റ് ആരും തന്നെ ഇല്ല. മൈനസ് വന്നാൽ പ്ലസ് ചെയ്യണം. സോ +1/2. ദ ആൻസർ ഈസ് 6/2 3. So sp2 is the answer. അപ്പൊ അതും കിട്ടി. അടുത്തത് ഏതാ? NH4 നൈട്രജൻ 5, ഹൈഡ്രജൻ ഇവിടെ ഉണ്ട് അല്ലെ, മോണോ അറ്റോമിക് ഉണ്ട് 4 മോണോ വാലന്റ് 4 ഉണ്ട്. അപ്പൊ 4 പ്ലസ് വന്നാൽ മൈനസ് ചെയ്യണം. സോ -1/2. അപ്പൊ എത്ര വരും? 8/2 4. സോ ദ ആൻസർ ഈസ് sp3 ഹൈബ്രിഡൈസേഷൻ. നോക്ക് എന്ത് സമയ ലാഭമാണ് ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ. സോ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് SP, SP2, SP3. The first option is the answer. Clear ആണല്ലോ ഇത്? Next question. Which of the following pairs of ions is isoelectronic and isostructural? അപ്പോൾ നമുക്ക് അതിനകത്ത് ചെയ്യുമ്പോൾ എല്ലാ പേരുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് യു ക്യാൻ ഡു സ്ട്രക്ചർ. അപ്പൊ നമുക്ക് സ്ട്രക്ചർ വെച്ചിട്ട് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. സോ പെട്ടെന്ന് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടുന്നത് അത്ര എളുപ്പ പാടൊന്നും അല്ല കേട്ടോ. പക്ഷെ നമുക്ക് സ്ട്രക്ചർ ആദ്യം കണ്ടെത്തിയിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ SO3 മൈനസ് SO3 2- ആണ് ഫസ്റ്റ് കിടക്കുന്നത്. SO3 2- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സൾഫർ ആണ് വരുന്നത്. നൈട്രജൻ കഴിഞ്ഞിട്ട് ഓക്സിജൻ ഫാമിലിയിലാണ് അത് വരുന്നത്. നൈട്രജൻ 5 ആയിരുന്നെങ്കിൽ ഓക്സിജൻ ഫാമിലി 6 വരും. സോ 6 ആണ് ഗ്രൂപ്പ് നമ്പർ. മോണോവാലന്റ് ഒന്നുമില്ല. മൈനസ് വന്നാൽ പ്ലസ് ചെയ്യും. /2. ദ ആൻസർ ഈസ് 8/2. 8/2 is 4. sp3 hybridization എന്ന് കിട്ടും. ഇവിടെ ലോൺ പെയർസ് നോക്കുമ്പോൾ ചുറ്റും 3 എണ്ണമേ ഉള്ളൂ. 3 എണ്ണം. അപ്പൊ 4 - 3 എന്ന് വരും. 4 - 3 എന്ന് പറയുമ്പോൾ ഒരു ലോൺ പെയർ. അപ്പൊ sp3 ഒരു ലോൺ പെയർ. sp3 ഒരു ലോൺ പെയർ വന്നാൽ എന്താ ഷേപ്പ്? പിരമിഡൽ ഷേപ്പ്. ഓക്കെ, ഒന്നാമത്തെ ആളുടെ കാര്യം കഴിഞ്ഞു. രണ്ടാമത്തെ ആള് NO3-. അപ്പൊ NO3- നൈട്രജൻ 5, മോണോവാലന്റ് ഒന്നുമില്ല. മൈനസ് വന്നാൽ പ്ലസ് ചെയ്യും. +1/2. ദ ആൻസർ ഈസ് sp2 എന്ന് കിട്ടും. കാരണം 6/2 3. അയ്യോ, ഞാൻ പെട്ടെന്ന് ചെയ്തതാണ് കേട്ടോ. 6/2 3. അപ്പൊ 3 വന്നാൽ sp2 എന്ന് കിട്ടും. നിങ്ങൾക്ക് ഇപ്പൊ സ്പീഡ് കിട്ടി കാണുമല്ലോ. അപ്പൊ sp2 വന്നിട്ട് ലോൺ പെയർ നോക്കുമ്പോൾ 3 - 3 0. There is no lone pair. So the shape is triangular planar. ട്രയാങ്കുലർ പ്ലാൻ. അടുത്തത് ഏതാ തന്നിരിക്കുന്നത്? ClO3-. ClO3-. ക്ലോറിൻ ആണ് നടുക്കിരിക്കുന്നത്. സോ ക്ലോറിൻ എന്ന് പറയുമ്പോൾ 7ാമത്തെ ഗ്രൂപ്പിനകത്ത് വരും. ഇപ്പൊ 7 മോണോവാലന്റ് ഇല്ല. മൈനസ് 1 പ്ലസ് ചെയ്യും. /2. ദാറ്റ് ഈസ് 4/2. സോറി, ദാറ്റ് ഈസ് 4. ദാറ്റ് ഈസ് 8/2 4. സോ 4 വന്നാൽ sp3 ആണ് ഹൈബ്രിഡൈസേഷൻ. ഇനി 4 - 3 ഒരു ലോൺ പെയർ ഉണ്ട്. അപ്പൊ ഏതായി? പിരമിഡൽ എന്ന് കിട്ടി. അപ്പൊ രണ്ടു പേർക്ക് ഒരേ ഷേപ്പ് വന്നല്ലേ, SO3 2- നമ്മുടെ ClO3- അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരും വരുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് കോമ്പിനേഷൻ അവിടെ തന്നിട്ടുണ്ടോ? രണ്ടാമത്തേൽ തന്നിട്ടുണ്ട് അല്ലെ. സോ രണ്ടാമത്തേൽ ആൻസർ ClO3- SO3 2- ആണ് വരുന്നത്. സോ അത് രണ്ടിനും ഒരേ ഷേപ്പ് ആണെന്ന് നമുക്ക് കിട്ടി. സോ ദാറ്റ് ഈസ് ദി ആൻസർ. പക്ഷെ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഇതിന്റെ ആൻസറിൽ ഓപ്ഷൻ 3 കറക്റ്റ് ആയിട്ട് വരും. ഇത് ആക്ച്വലി സ്കിപ്പ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പൊ C വരുന്നോണ്ടെന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സിയിലും ഒരേ ഷേപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത്. സി ഓപ്ഷനിൽ കിടക്കുന്നവർക്ക്. ഇനി നിങ്ങൾ ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടെത്തണമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സൾഫർ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ എത്ര എണ്ണം ഉണ്ടോ അതാണ് അതിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം. സോ അങ്ങനെ അറ്റോമിക് നമ്പർ കൂട്ടി പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇലക്ട്രോണിന്റെ എണ്ണവും കണ്ടുപിടിക്കാൻ സാധിക്കും. സോ വഴി ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾ തെളിച്ചു വെക്കുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following pairs of compounds is isoelectronic and isostructural? എനിക്ക് ഇനിയും ചെയ്യാൻ വയ്യ. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ വഴി? സോ ഇതേ വേ തന്നെയാണ് നിങ്ങൾ ചെയ്ത് നോക്കി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ 2 ഓപ്ഷൻ ഒന്നുമില്ല, ഒരു ആൻസർ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ടെലൂറിയം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഓക്സിജൻ ഫാമിലിക്കകത്ത് വരുന്നതാണ്. പിന്നെ സെലീനിയം 8ാമത്തെ ഗ്രൂപ്പിനകത്ത് വരുന്നതാണ്. അയോഡീൻ ഒക്കെ 7ാമത്തെ ഗ്രൂപ്പിനകത്ത് വരുന്നത്. ബെർലിയം 2ാമത്തെ ഗ്രൂപ്പിനകത്ത് വരുന്നത്. സെനോൺ ഒക്കെ അല്ലേ അതിനകത്ത് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാനും വേണ്ടേ. ഇത്രയും ഞാൻ ചെയ്തത് കൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. യു ഹാവ് ടു വർക്ക് ഔട്ട് ഇറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ് 2. സെക്കൻഡ് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക. ചെയ്ത് നോക്കണേ എല്ലാവരും. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്പീഷീസ് ഹാവിംഗ് ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ഈസ്. താഴെ തന്നിരിക്കുന്നതിൽ 120 ഡിഗ്രി ബോണ്ട് ആംഗിൾ വരുന്നത് ആർക്ക് എന്നതാണ് ചോദ്യം. 120 ഡിഗ്രി ബോണ്ട് ആംഗിൾ എപ്പോഴാ വരിക? ട്രയാങ്കുലാർ പ്ലാനാർ സ്ട്രക്ചർ വരുമ്പോൾ ആണല്ലോ. ഇതിനകത്ത് ട്രയാങ്കുലാർ പ്ലാനാർ ആർക്കെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഓരോരുത്തരായിട്ട് നമുക്ക് വേഗം ഒന്ന് ചെയ്ത് നോക്കാം.
ട്രയാങ്കുലാർ പ്ലാനാർ വരണമെങ്കിൽ ഏതായിരിക്കും ഹൈബ്രിഡൈസേഷൻ? sp2. അപ്പൊ sp2 ആദ്യം വരുന്നുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ClF3. Cl എന്ന് പറഞ്ഞാൽ ക്ലോറിൻ, ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ 7 പ്ലസ് ഫ്ലൂറിൻ മോണോവാലന്റ് ആണ്, അപ്പൊ 3/2. ദ ആൻസർ ഈസ് 5. sp3d2 ഹൈബ്രിഡൈസേഷൻ വേണ്ട, നമുക്ക് ഇപ്പൊ എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് sp2 ആണ് വേണ്ടത്. അടുത്ത് NCl3. N എന്ന് പറഞ്ഞാൽ നൈട്രജൻ 5 പ്ലസ് മോണോവാലന്റ് ആണ് ക്ലോറിൻ, സോ 3/2. ദ ആൻസർ ഈസ് 4 എന്ന് പറഞ്ഞാൽ sp3 വേണ്ട, നമുക്ക് ഇവിടെ വേണ്ടത് sp2 ആണ്. നെക്സ്റ്റ് BCl3. ബോറോൺ, ബോറോൺ ഏതിലാ വരുന്നത്? ബോറോൺ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഗ്രൂപ്പാണ്, ഇടയ്ക്കുള്ള 10 കഴിഞ്ഞ് വരുന്നതാണ്, അപ്പോ മൂന്നാമത്തെ ഗ്രൂപ്പ് പ്ലസ് ക്ലോറിൻ 3/2 6/2. ദ ആൻസർ ഈസ് 3 sp2. അവിടെ കിടപ്പുണ്ട് നമ്മുടെ ആൻസർ sp2 ഹൈബ്രിഡൈസേഷൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് pH3 കൂടി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം, അത് sp3 ഹൈബ്രിഡൈസേഷനിൽ വരും. സോ BCl3 is the answer. ക്ലിയർ ആയില്ലേ? 1 മിനിറ്റ് 2 മിനിറ്റ് പോലും എടുത്തില്ല അല്ലെ? അപ്പൊ അത് ഞാൻ പറഞ്ഞു ചെയ്യുമ്പോൾ ഇത്തിരി സമയം നമ്മൾ എഴുതുമ്പോൾ അതിന്റെ പകുതി പോലും എടുക്കത്തില്ലല്ലോ. സോ യു ക്യാൻ വർക്ക് ഔട്ട് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following pairs species have the same bond order? സോ ഇവിടെ നമ്മൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. നിങ്ങൾ അതിനകത്തുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയിട്ട് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അങ്ങനെ സെയിം ആയിട്ട് ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടിയാൽ അവർക്ക് ഉറപ്പായിട്ടും ബോണ്ട് ഓർഡർ സെയിം ആയിരിക്കും. ആദ്യത്തേത് O2 എന്ന് പറഞ്ഞാല് 16 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. O2 8 8 16. അടുത്ത് വന്നിരിക്കുന്നത് NO+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ 7, നമ്മുടെ ഓക്സിജൻ 8. പക്ഷെ ഇതിൽ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോയി എന്നാണ്, അപ്പൊ 8ഉം 6ഉം എവിടെ ഉള്ളൂ, 8ഉം 6ഉം 14. സോ അവിടെ വരില്ല. നെക്സ്റ്റ് ഏതാ വരുന്നത്? CN-. കാർബണിൻ്റെത് 6, നൈട്രജൻ്റെത് 7. 6ഉം 7ഉം 13. 13ന്റെ കൂടെ ഒരു മൈനസ് ചാർജ് കൂടെ അവിടെ കിടപ്പുണ്ട്, അപ്പൊ 14. സോ രണ്ടുപേർക്ക് ഒരുപോലെ കിട്ടി അല്ലെ? അവരെ രണ്ടുപേരെയും ഒരുമിച്ചായിരുന്നെങ്കിൽ നമുക്കത് ഗ്രൂപ്പ് ആയിട്ട് എടുക്കാമായിരുന്നു, പക്ഷെ അങ്ങനെ ഒരു കോമ്പിനേഷൻ അവിടെ തന്നിട്ടില്ല. സോ അങ്ങനെയെങ്കിൽ കാർബൺ മോണോക്സൈഡ് എടുക്കുമ്പോൾ കാർബൺ 6, ഓക്സിജൻ 8, അപ്പം കാർബണിന് 6ഉം 8ഉം 14. സോ ദാറ്റ് ഈസ് ദി ആൻസർ. നോക്കൂ, ഇത് രണ്ടുപേർക്കും ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടിയില്ലേ? എപ്പോഴും ഓർത്തിരിക്കുക, രണ്ടുപേർക്കും ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അവരുടെ എല്ലാ ക്യാരക്ടേഴ്സും സെയിം ആയിരിക്കും. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ അങ്ങനെ, ഡയമാഗ്നറ്റിക് ആണെങ്കിൽ അങ്ങനെ, അവരുടെ ബോണ്ട് ഓർഡർ എവറിത്തിങ് വിൽ ബി സെയിം. ബിക്കോസ് ബോണ്ട് ഓർഡർ നമ്മൾ ആര് എന്ന് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ മോളിക്കുലർ ഓർബിറ്റലിലെ കണക്കുകൾ ചെയ്യുന്നത്, എത്ര ഇലക്ട്രോൺ എന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ട് ഇലക്ട്രോണുകളുടെ സെയിം ആണെങ്കിൽ ക്യാരക്ടേഴ്സ് വിൽ ബി സെയിം. ക്ലിയർ ആയോ ഇത്? അപ്പോ ഇതാണ് സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following species: Cn+, Cn-, NO and Cn. Which one of these will have the highest bond order? നോക്കൂ, ഹയസ്റ്റ് ബോണ്ട് ഓർഡർ, ബോണ്ട് ഓർഡറിന്റെ ഏറ്റവും വലിയ വാല്യൂ 3 ആണ്. 3 എന്ന് പറയുന്ന ഹയസ്റ്റ് ബോണ്ട് ഓർഡർ വാല്യൂ ഉള്ളത് N2-നാണ്, നൈട്രജൻ ആണ്. സോ നൈട്രജൻ N2 മോളിക്യൂളാണ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ. അപ്പൊ 14 ഇലക്ട്രോൺ ഉള്ള ആളാണ് N2. ആ 14 എന്ന നമ്പർ ഇവിടെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ ബോണ്ട് ഓർഡർ 3 ആയിരിക്കും. സോ ദാറ്റ് ഈസ് എൻ ഈസി വേ, പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ 2 ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഓക്സിജനെ വേഗം ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്സിജന്റെ മൊത്തത്തിൽ ഇലക്ട്രോൺ എണ്ണം 16. സോ ഇവിടെ ആർക്കെങ്കിലും 16 ഉണ്ടെങ്കിൽ ബോണ്ട് ഓർഡർ 2 ആയിരിക്കും. പക്ഷെ ഇവിടെ ചോദിക്കുന്ന ഹയസ്റ്റ് ബോണ്ട് ഓർഡർ, അപ്പൊ 3 കിട്ടണമെങ്കിൽ 14 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 3 കിട്ടും. ആ 14 ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഇല്ല എങ്കിൽ അടുത്ത വഴിയിലേക്ക് പോവാം, അത് എഴുതി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. ഞാൻ ഈസി വേ ആണ് ആദ്യം നോക്കുന്നത്. സോ ആദ്യത്തേത് Cn+. Cn എന്ന് പറഞ്ഞാൽ കാർബൺ 6, നൈട്രജൻ 7, 6ഉം 7ഉം 13, പ്ലസ് എന്ന് പറഞ്ഞാൽ 1 പോയി, അപ്പൊ 13 1 പോയാൽ 12, അപ്പൊ അതെന്തായാലും അല്ല. അടുത്ത Cn-, കാർബൺ 6, നൈട്രജൻ 7, 6ഉം 7ഉം 13, 13 മൈനസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 1 കൂട്ടും, അപ്പൊ 13 1 14, അപ്പൊ സ്വാഭാവികമായിട്ട് 14 വന്നില്ലേ? പോരെ, 14 വന്നാൽ ഉറപ്പായിട്ട് ബോണ്ട് ഓർഡർ 3 ആണ്. സോ ദാറ്റ് ഈസ് ദി ആൻസർ, ഹയസ്റ്റ് ബോണ്ട് ഓർഡർ. സോ ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയാലും ഇപ്പൊ മനസ്സിലായി കാണാൻ ഞാൻ എന്തുകൊണ്ടാണ് ആ ടോപ്പിക്കിന് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിപ്പിച്ചത്. കാരണം അതിൽ നിന്നാണ് പ്രീവിയസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ട്രിക്കും കാര്യങ്ങളും എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. യു വിൽ റോക്ക് ദി എക്സാം, എനിക്ക് വളരെ ഷുവർ ആണത്. സോ അങ്ങനെയെങ്കിൽ നമ്മുടെ ബയോളജിയിലെ പ്ലാൻ കിങ്ഡത്തിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വേഗം നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following statement is wrong? Agar is obtained from Geladium and Gracilaria. കൊള്ളാം, നമ്മൾ മറക്കോ, ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. സോ ജലീഡിയം ആൻഡ് ഗ്രാസിലേറിയയിൽ നിന്ന് തന്നെയാണ് അഗർ എടുക്കുന്നത്.
ലാമിനാരിയ ആൻഡ് സർഗാസം ആർ യൂസ്ഡ് ആസ് ഫുഡ്. ശരിയാണ്, ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഫുഡായിട്ട് കഴിക്കുന്ന കുറച്ച് ആൽഗെ കാണാതെ പഠിച്ചു വെച്ചിരിക്കണമെന്ന്. അതിനകത്ത് വരുന്നവരാണ് ലാമിനാരിയ ആൻഡ് സർഗാസം. ആൽഗെ ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ ദ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ്. പ്രത്യേകിച്ച് ഓഷ്യൻ എൻവയോൺമെന്റിലൊക്കെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഡിസോൾവ് ചെയ്ത് കൊടുക്കുന്നത് ആൽഗേസ് ആണ്. അത് ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന സെക്ഷനകത്താണ് നമ്മൾ കൂടുതലും ഡീൽ ചെയ്യുന്നത്. Algin is obtained from red algae and carrageen from brown algae. അയ്യോ, അത് തെറ്റിപ്പോയി. ആൽജിനൊക്കെ ഏതിലാണ് കാണപ്പെടുന്നത്? റെഡ് ആൽഗയിലല്ല, ഇറ്റ് ഈസ് ഇൻ ബ്രൗൺ ആൽഗെ. സോ ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. സോ ഫോർത്ത് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From evolutionary point of view, retention of the female gametophyte with developing a young embryo on the parent sporophyte for some time is first observed in. ഇതെന്താ ഈ സാധനം പറഞ്ഞിരിക്കുന്നത്? ഇതാണ് സീഡ് ഹാബിറ്റ് എന്ന് പറയുന്ന സാധനം. ഞാൻ എവല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളായിരുന്നു ഒരാളിന് പറഞ്ഞത്. ആരിലായിരുന്നു ഇത് പറഞ്ഞത്? അതെ, ടെറിഡോഫൈറ്റ്. സോ ടെറിഡോഫൈറ്റ്സിന്റെ പ്രത്യേകതയാണ് സീഡ് ഹാബിറ്റ് എന്ന് പറയുന്ന ആദ്യമായിട്ട് കാണിക്കുന്ന ആൾക്കാർ. സോ ഇവിടുത്തെ ആൻസർ ആര് വരും? ടെറിഡോഫൈറ്റ്സ്, ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Pinus seed cannot germinate and establish without fungal association. This is called. അതെ, പൈനസ് മരങ്ങളുടെ സീഡുകൾക്ക് മണ്ണിൽ വീണ് പൊടിക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. ആരാണത്? അത് തന്നെ നമ്മുടെ ഗ്ലോമസ് സ്പീഷീസ് ഉണ്ടാക്കുന്ന മൈക്രോറൈസൽ അസോസിയേഷൻ. അങ്ങനെ ഒരാളുമായിട്ട് ഭയങ്കരമായിട്ട് അയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ഒബ്ലിഗേറ്റ് എന്നാണ് വിളിക്കുന്നത്. സോ അതിനകത്ത് അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഓപ്ഷൻ. ഇറ്റ് ഹാസ് ഒബ്ലിഗേറ്റ് അസോസിയേഷൻ വിത്ത് മൈക്രോറൈസേറ്റ്സ്. ദാറ്റ് ഈസ് ദി ആൻസർ. മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? Ovules are not enclosed by ovary wall in the gymnosperms. Ovules are not enclosed by ovary walls in gymnosperms. ശരിയല്ലേ അത്? ഓവ്യൂൾസിന് ഓവറി വാൾ കൊണ്ടുള്ള കവറിംഗ് ഒന്നും ഇല്ലല്ലോ, അവിടെ ഫ്രൂട്ട് ഹാബിറ്റ് ഒന്നും ഇല്ലല്ലോ. So that is a correct statement. So first is the answer. Next question. Which one is wrongly matched? Uniflagellate gametes, polyziphonia. അല്ല ആശാനെ, അല്ല. കാര്യം എന്താ? പോളിസിഫോണിയ എന്ന് പറയുന്നത് റെഡ് ആൽഗയ്ക്കകത്ത് വരുന്നതിലെ അവർക്ക് നോൺ മൊട്ടൈൽ ഗമേറ്റ്സ് ആണ്. അപ്പൊ ഫ്ലജല്ലേ ഒന്നും കാണത്തില്ല. സോ യൂണിഫ്ലജലേറ്റ് ഗമേറ്റ്സ് പോളിസിഫോണിയ അല്ല. സോ ഫസ്റ്റ് വൺ ഈസ് എ റോങ് മാച്ച്. ദാറ്റ് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ എക്സാമ്പിൾ ഓഫ് കൊളോണിയൽ ആൽഗെ ഈസ്. ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. കൊളോണിയൽ ഫോമിൽ ഉള്ള ഒരു ആൽഗയ്ക്ക് എക്സാമ്പിൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടായിരുന്നു വോൾവോക്സ്. സോ ഇവിടെ വോൾവോക്സ് ഉണ്ടല്ലോ, ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ വോൾവോക്സ് ആണ്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈഗോട്ടിക് മിയോസിസ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ്. എന്താ സൈഗോട്ടിക് മിയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് സൈഗോട്ടില് മിയോസിസ് നടക്കുക. അതായത് സൈഗോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും അല്ല, സൈഗോട്ട് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. പക്ഷെ അവരുടെ ബോഡി ഹാപ്ലോണ്ടിക് ആയിരിക്കും. അപ്പോൾ ഹാപ്ലോണ്ടിക് ആയിട്ടുള്ള ബോഡി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൈഗോട്ടിലെ മിയോസിസ് നടന്ന് സ്പോറുകൾ ഉണ്ടാകും. ആൻഡ് ദ സ്പോർസ് വിൽ ബി ഹാപ്ലോണ്ടിക് ഇൻ നേച്ചർ. സോ ഇതൊക്കെ ആൽഗയിൽ നടക്കുന്ന ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഉള്ള ആൾക്കാരുടെ പ്രത്യേകതയാണ്. സോ ഇതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ക്ലാമിഡോമോണസ്. സോ ക്ലാമിഡോമോണസ് ആണ് ആൻസർ, ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈഫ് സൈക്കിൾ ഓഫ് എക്ടോകാർപ്പസ് ആൻഡ് ഫ്യൂക്കസ് റെസ്പെക്റ്റീവ്ലി ആർ. ആക്ച്വലി എക്ടോകാർപ്പസും ഫ്യൂക്കസും തന്നെ ആൽഗെ ഗ്രൂപ്പിലാണ് വരുന്നതെങ്കിലും അവർ എക്സെപ്ഷണൽ കേസിൽ വരുന്ന ആൾക്കാരാണ്. അതായത് ക്ലാമിഡോമോണോസ്, വോൾവോക്സ് തുടങ്ങിയ ആൾക്കാരാണ് ഹാപ്ലോണ്ടിക്കിനകത്ത് വരുന്നത്. എന്നാൽ ഈ പറഞ്ഞ രണ്ടുപേർക്കും ഹാപ്ലോണ്ടിക് അല്ല, ആൽഗെ ആണെങ്കിൽ കൂടി. ഇവര് എക്ടോകാർപ്പസ് എന്ന് പറയുന്നത് ഹാപ്ലോ ഡിപ്ലോണ്ടിക്കും എന്നാൽ ഫ്യൂക്കസ് ഡിപ്ലോണ്ടിക്കുമാണ്. സോ നിങ്ങൾ ടെക്സ്റ്റിൽ NCERT ടെക്സ്റ്റില് ഓരോന്നിനും എക്സാമ്പിൾസ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. സോ ആ എക്സാമ്പിളുകൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഡിപ്ലോണ്ടിക് ആരൊക്കെയാണ്, ഹാപ്ലോ. ഞാൻ ക്ലാസ്സിനകത്ത് ഇപ്പൊ ജനറൽ ആയിട്ടാണ് പറയുന്നത്. ജനറലി കുറെ ആൽഗീസ് ഹാപ്ലോണ്ടിക്കിൽ വരും, കുറെ ആൻജിയോസ്പെർമ്സും ജിൻഡോസ്പെർമ്സും ഒക്കെ ഡിപ്ലോണ്ടിക്കിൽ വരും, ചില ബ്രയോഫൈറ്റ്സ് ടെറിഡോഫൈറ്റ്സ് ഒക്കെ ഹാപ്ലോ ഡിപ്ലോണ്ടിക്കിൽ വരും. ബട്ട് ദേർ ആർ എക്സെപ്ഷൻസ്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ജനറൽ പറഞ്ഞത് പോരാ. NCERT നമ്മൾ എൻട്രൻസിന് വല്ലേ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഓരോ എക്സാമ്പിളും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. സോ അത് വലിയ ടാസ്ക് അല്ല, നിങ്ങൾ ഒരു ദിവസം വിചാരിച്ചു കഴിഞ്ഞാൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരുവിധം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയല്ലോ, മേജർ ടോപ്പിക്സും മേജർ പോർഷൻസ് പഠിച്ചെടുക്കേണ്ടതെന്ന് ക്ലിയർ ആയല്ലോ. അപ്പോ എല്ലാവർക്കും ഈ ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്യണം. ഒപ്പം ഫുൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരികയും വേണം. എങ്കിലേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിന് നല്ലൊരു ഊർജ്ജം കാണത്തുള്ളൂ. സോ എക്സാം കഴിയുന്നതുവരെയും കൂടെ കാണും.